ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഉറങ്ങണിച്ചതാ നമ്മളെ കർട്ടനൊക്കെ പൊന്തിച്ച ഒരു നല്ല പച്ചപ്പാണ് ഇന്നത്തെ കാണി. പിന്നെ അതിനുശേഷം നല്ല ചായയും കുക്കീസുമാണ് രാവിലെ തന്നെ കഴിച്ചത്. അപ്പോൾ ഇന്ന് സ്കൂൾ ലീവിലൊരു ദിവസമാണ്. അപ്പം വിചാരിച്ചു ഞാനും കുറച്ച് പണികളൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എൻ്റെ പണി ഇതാ ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം റൂമിൽ കുറച്ച് വണ്ണാമ്പലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവൻ വേഗം അടിച്ചു വാരിയിട്ടെടുത്തു. പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോകുമ്പോഴത്തേക്കും ഉമ്മ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൊമാറ്റോ റൈസ്, അടിപൊളിയാണ് കേട്ടോ. ഈ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഉമ്മ ചോറിന് അരി ഇട്ടു. പിന്നെ അതുപോലെ തന്നെ ഉമ്മ വാഷിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ പോയിട്ടെടുത്ത് ആർത്തി ഇട്ടു. പിന്നെ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും ഉമ്മ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ചെറിയ മത്തി കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് 2 കറിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈയും ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ കോവക്ക ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു കോവക്ക ഫ്രൈയുടെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കോവക്ക ഫ്രൈ. ഇത് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പപ്പടവും കൂടി പൊരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉമ്മ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ നല്ല അടിപൊളി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാം. നല്ല കട്ട തൈരും മീൻ പൊരിച്ചതും പരിപ്പ് കറിയും പപ്പടവും കോവക്ക ഫ്രൈയും അച്ചാറൊക്കെയാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവക്ക ഫ്രൈ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഫിഷ് ഫ്രൈയും പരിപ്പുരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ ഫിഷ് ഫ്രൈ ഒന്നും കഴിക്കാത്തൊരു കൂട്ടത്തിലാണ്. ഇന്ന് ഞാൻ നല്ല കുട്ടിയായി. അതുപോലെ തന്നെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം അതും അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് ഒരു നല്ല ഉറക്ക് പാസ്സാക്കി. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് ചായ ഞാൻ പൊതുവേ കുടിക്കാറില്ല. എപ്പോഴെങ്കിലും തലവേദനയൊക്കെ എടുത്താൽ കുടിക്കുന്നല്ലാണ്ട് ചായയിലൊന്നും കുടിക്കാറില്ല. അപ്പോൾ വൈകുന്നേരം ഈ ഒരു സാൻഡ്വിച്ചും അതുമാതിരി നമ്മുടെ ചിക്കൻ കരിയപ്പവുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ 2 ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അതിന് ശേഷം വൈകുന്നേരം ഇതാ വെറുതെ ഇങ്ങനെ നടക്കാൻ പോയി. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു വയൽ. കണ്ടോ, ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല കാറ്റുമാണ് ഈ ഒരു വൈകുന്നേര സമയത്ത്. പിന്നെ കുറച്ച് സമയം അവിടെ തന്നെ നിന്ന് പ്രകൃതി രമണീയൊക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നു. അങ്ങനെ ഇതാ മഗ്‌രിബ് ആവാനായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പോയിട്ട് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ഓതിയിട്ടൊക്കെ ഞാൻ രാത്രിത്തെ ഡിന്നറും കൂടി കഴിച്ചു. രാത്രിത്തെ ഡിന്നറിൽ നിന്ന് ചപ്പാത്തിയും ഫിഷ് കറിയും ഉച്ചക്കത്തെ പരിപ്പ് കറിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിത് കഴിച്ചിട്ട് ഒരു ഡെസേർട്ടും കൂടി കഴിച്ചു. ഒരു അടിപൊളി ചോക്ലേറ്റ് ഡെസേർട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.